രശ്മി നേരത്തെ പറഞ്ഞില്ലേ ഈ പൂരം ഇത്രയും വർഷമായി, പക്ഷെ ഓരോ തവണയും പുതുതായി തോന്നുന്ന എന്തോ ഒന്നുണ്ട് തൃശ്ശൂർ പൂരത്തിൽ. ഈ ചരിത്രം പറയുമ്പോഴും ചരിത്രം എന്താ മാറ്റങ്ങളില്ല, പക്ഷെ ചരിത്രം പറയുന്ന രീതികൾ പല തരത്തിലാണ് പറയുന്നത്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലാണ്. അപ്പൊ ആ രീതിയിൽ പൂരത്തിന്റെ ചരിത്രം പറയുക അത് കൊള്ളായിരിക്കും അല്ലെ? യെസ്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് കാണാം, കേൾക്കാം. മുത്തശ്ശൻ കണ്ടിട്ടുണ്ടോ ആദ്യത്തെ തൃശ്ശൂർ പൂരം? ആദ്യത്തെ തൃശ്ശൂർ പൂരോ? അതൊക്കെ കുറെ കൊല്ലം മുമ്പല്ലേ മോളെ. ഒരു 1796-98 സമയം. അന്ന് തൃശ്ശൂരിൽ നിന്നും കുറേ ദേശങ്ങൾ ആറാട്ടുപുഴ പൂരത്തിന് പങ്കെടുക്കാൻ പുറപ്പെട്ടു. പക്ഷേ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു ഭയങ്കര മഴ. മഴ കാരണം നമ്മുടെ തൃശ്ശൂർ ദേശക്കാർക്കാണെങ്കിലോ ആറാട്ടുപുഴയിലേക്ക് സമയത്തിന് എത്താനും പറ്റിയില്ല. അതുകൊണ്ട് അന്നത്തെ ആറാട്ടുപുഴ നാടുവാഴികള് തൃശ്ശൂർ ദേശങ്ങളെ പൂരത്തുനിന്ന് അങ്ങോട്ട് വിലക്കി. ഒരുപാട് ആശിച്ചു പോയ പൂരത്തിന് പങ്കെടുക്കാൻ പറ്റാത്ത വിഷമം തൃശ്ശൂർക്കാർ ഓടി വന്ന് പറഞ്ഞത് അന്നത്തെ കൊച്ചി രാജാവായിരുന്ന രാമവർമ്മ കുഞ്ഞിപ്പിള്ള തമ്പുരാനോടായിരുന്നു. ഈ രാമവർമ്മ തമ്പുരാനെ വേറൊരു പേര് കൂടിയുണ്ട്, ശക്തൻ തമ്പുരാൻ. ദേശക്കാരുടെ സങ്കടം കേട്ടിട്ട് തമ്പുരാൻ പറഞ്ഞു, സങ്കടപ്പെടാണ്ടിരിക്കുക, പൂരം ഇനി നമ്മൾ നടത്തും. ഈ ലോകം മുഴുവൻ പൂരം കാണാൻ ഇനി നമ്മുടെ മണ്ണിൽ വരും. ആറാട്ടുപുഴ പൂരവും തൃശ്ശൂർ പൂരവുമെല്ലാം നമ്മൾ ഒരുപോലെ ആഘോഷിക്കുമെങ്കിലും അന്നത്തെ നാടുവാഴികളുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ തോറ്റുകൊടുക്കാതെ മാറ്റി നിർത്തപ്പെട്ടവർക്കും തിരിച്ചുവരവുണ്ടെന്ന് തെളിയിച്ച ഒരു ജനതയുടെ കഥയാണ് തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രം. അതിന് നേതൃത്വം കൊടുത്ത മഹാനായ ഒരു രാജാവിൻ്റെയും കഥ. അപ്പോൾ അത് ഗംഭീരമായി എന്ന് പറഞ്ഞാൽ അത് ചിത്രീകരണം കൊണ്ടും ദൃശ്യാവിഷ്കാരം കൊണ്ടും ചരിത്രം പറയുന്നത് കൊണ്ടും ചരിത്രം പറച്ചിലെ രീതി കൊണ്ടും അപ്പോൾ അത് ഗംഭീരമായി. നേരത്തെ പറഞ്ഞത് 1796 തുടങ്ങി അതിങ്ങനെ വന്നതായി ഇപ്പോൾ നമ്മൾ 2025 നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത്രയും വർഷത്തെ ചരിത്രം അതിനുണ്ട്. മാത്രമല്ല അത് അന്ന് ന്യൂ ഡിസൈൻ എന്ന രീതിയിൽ വന്ന് അത് ഇപ്പോഴും ഏറ്റവും പ്രസക്തമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ അണിയറ പ്രവർത്തനം ഇവിടെ ഉണ്ട്. ചേട്ടാ എന്തുണ്ട്, സുഖല്ലേ? സുഖം, അടിപൊളി. അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു ഐഡിയ വന്നത്? എങ്ങനെയാണ് ഐഡിയ ഇവരുടെ വന്നതാണ്. ഇദ്ദേഹമാണ് അതിന്റെ സംവിധാനവും. ഞാൻ എൻ്റെ വോയിസ് കൊടുത്തിട്ടുണ്ട്, എൻ്റെ ശബ്ദം കൊടുത്തിട്ടുണ്ട്, എൻ്റെ ശബ്ദ സാന്നിധ്യമാണ് അതിലുള്ളത്. ഓക്കെ, ഒരു തൃശ്ശൂർക്കാരൻ്റെ മോഹം. അതെ 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 തൃശ്ശൂർക്കാരൻ്റെ വരെ പൂരം ഇപ്പോൾ തൃശ്ശൂർക്കാരുടെ മാത്രമല്ലാതായിരിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ തൃശ്ശൂർക്കാരുടെ പൂരം കേരളത്തിൻ്റെ പൂരമായിരുന്നു തൃശ്ശൂർ പൂരം. പിന്നെ ഇന്ത്യയുടെ ഇപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ പൂരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ. ഈ 1796 തുടങ്ങിയാണല്ലോ പറയുന്നത്. അപ്പോൾ അന്ന് ഡിസൈൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ആർക്ക് നോക്കിയാലും പൂരം കാണാൻ പറ്റുന്ന പറഞ്ഞത്. അപ്പോൾ അന്നത് ഒരു ബ്രില്യൻ ഡിസൈൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്നും എല്ലാവരോടും പറയുക എന്നുള്ളതായിരിക്കും ഉദ്ദേശം. ഉറപ്പായിട്ടും നമ്മൾ എന്താ പറയുക, ചെറുപ്പം തൊട്ട് ഈ കേട്ടിട്ടുള്ളൊരു ഭയങ്കര എന്താ പറയുക ഒരു മുത്തശ്ശി കഥ പോലെ കേട്ടിട്ടുള്ള എല്ലാ തൃശ്ശൂർക്കാരും അത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഇമോഷൻ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റ് തൃശ്ശൂർ പൂരത്തിനെ വെച്ച് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. നമ്മൾ തൃശ്ശൂർ തന്നെയുള്ള ഒരു അഡ്വർടൈസിങ് ഏജൻസിയാണ്. അപ്പോൾ നമ്മൾ മാജിക് ലാൻഡ് എന്നാണ് നമ്മുടെ ഫേമിൻ്റെ പേര്. അപ്പോൾ ഒരു നല്ല പ്രൊഡക്റ്റ് ചെയ്യണം എന്നുള്ളൊരു നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെന്ത് യുണീക്കായിട്ട് ചെയ്യാമെന്നുള്ളൊരു ആലോചനയിലാണ് അപ്പോൾ നമ്മൾ ഈ AI ആയിട്ട് ബ്ലെൻഡ് ചെയ്യാമെന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നത്. അപ്പോൾ അത്രയും നല്ലൊരു അത് കുറച്ചും കൂടി അതിലൊരു സിനിമാറ്റിക് മൊമെൻറ്റ്സ് ഉണ്ട് നല്ല രീതിയിൽ. അപ്പോൾ അത് ഒരിക്കലും അതിൻ്റെ ഒരു ആ ഒരു മൊമെൻറ്റ്സ് മിസ്സാവാതെ ഇപ്പോൾ ശക്തൻ തമ്പുരാൻ്റെ ഇൻട്രോ ആയാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഒരു റൊമാൻറ്റിഫിക്കേഷൻ കിട്ടണം. തൃശ്ശൂർക്കാർക്ക് അത് നല്ല രീതിയിൽ കണക്റ്റ് ആവും എന്നുള്ളത്. മഴയും പാടമൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വർക്ക്. AI ശരിക്കും ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് കനവ് കഥ എന്ന് പറയുന്നൊരു ടീമാണ് AI പോർഷൻസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്നാണ്. അതിൻ്റെ മ്യൂസിക് അർഷിത് ശ്രീധർ എന്നാണ് മ്യൂസിക് ഡയറക്ടറുടെ പേര്. അപ്പോൾ മ്യൂസിക്കിന് നല്ല എന്താ പറയുക അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നമ്മുടെ സ്വന്തം ഓൺ പ്രൊഡക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതെ അതെ, ഉറപ്പായിട്ടും തൃശ്ശൂരിനെ കുറിച്ച് ഇപ്പൊ എന്തിറങ്ങിയാലും അതൊക്കെ ഹിറ്റ് ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ AI പൂരം ശരിക്കും പറഞ്ഞാൽ ഹിറ്റ് ആവാനുള്ള ഒരു സാധ്യത നിങ്ങൾ മുന്നിൽ കാണുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് ഓൾറെഡി ഹിറ്റ് ആയോ?
അതെ, അങ്ങനെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ബിന്ദു ടീച്ചറെ പോലെയുള്ള ആൾക്കാരൊക്കെ അത് അതിനെക്കുറിച്ച് ഷെയർ ചെയ്തു, ഒരുപാട് ആൾക്കാർ. പിന്നെ എൻ്റെ ഒരു സന്തോഷം പേഴ്സണലി എന്താ വെച്ചാൽ, ആസ് എ ടീച്ചർ, ഇവർ കേരളമേലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്, ഈ മാജിക് ലാൻഡറിൻ്റെ ക്രിയേറ്റീവ് യൂത്ത്. അപ്പം ആസ് എ ടീച്ചർ എനിക്കതൊരു വലിയ അഭിമാനം നൽകുന്നൊരു നിമിഷമാണ്. പിന്നെ മോള്, ഒരു അമ്മ എന്നുള്ള നിലയിൽ മോൾക്ക് അതിന് സുനിലേട്ടൻ്റെ ഒപ്പം വോയിസ് കൊടുക്കാൻ പറ്റി. മോള് പറയടാ, മോള് പൂരത്തിനെ കുറിച്ച് നേരത്തെ അറിയാമല്ലോ അല്ലേ? ആ എനിക്ക് കുറച്ചൊക്കെ അറിയാം. പിന്നെ ഇതിനു വേണ്ടി കൂടുതൽ പഠിച്ചോ? ഇല്ല, എനിക്ക് ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഡയലോഗൊക്കെ അത് ഉണ്ടായിരുന്നു. പുതിയ അനുഭവമാണോ മോക്ക്? ആ സ്കൂളിൽ വേറെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ? ആനുവൽ ഡേക്കൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഡബിങ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഈ പുറത്ത് നിൽക്കണ അത്ര എളുപ്പമല്ലല്ലോ, അവിടെ പോയിരുന്ന് ഡബ് ചെയ്യുമ്പോൾ പല പ്രാവശ്യമൊക്കെ എടുക്കേണ്ടി വരുമോ? ഇല്ല, ഞാൻ ഫസ്റ്റ് ടേക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഒറ്റ ടേക്ക്. ഇപ്പൊ ഏത് ക്ലാസ്സിലായിരുന്നു? ഇപ്പൊ 7th-ലേക്കാണ്. 7th-ലേക്കാ. പേരെന്താ മോളുടെ? ആദിമ. ആദിമ. അപ്പം ആദിമയ്ക്ക് നല്ലൊരു അനുഭവമാണ് ഇതല്ലേ? നിങ്ങളും പറയൂ, നിങ്ങളുടെ ഈ ഇതിൽ പങ്കെടുത്തേണ്ട അനുഭവം. വളരെ സന്തോഷം. നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തതും തൃശ്ശൂരുകാരെ മൊത്തമായിട്ട് ഏറ്റെടുക്കുക, എത്ര വൈറലാവാന്നൊക്കെ പറഞ്ഞ പോലെ. നിങ്ങളെല്ലാരും തൃശ്ശൂർക്കാരാണ്. അതെ, എല്ലാവരും തൃശ്ശൂരാണ്. അത് കാണാനുണ്ട്, ഫോട്ടോ എടുത്തേണ്ട്. ഇപ്പൊ ഈ മഴ നിങ്ങൾക്ക് ടെൻഷനുണ്ടോ? പൂരം അങ്ങനെ ടെൻഷനൊന്നുമില്ല, എന്തൊക്കെ പറഞ്ഞാലും ഏത് മഴയാണെങ്കിലും കാറ്റാണെങ്കിലും ഏത് പൂരം മഴയായാലും ഞങ്ങൾ ആഘോഷിക്കും. വെടിക്കെട്ട് മുടങ്ങരുതെന്ന് മാത്രം. അത്രേ ഉള്ളത്. അത് വെടിക്കെട്ടിന്റെ സമയമാകുമ്പോഴേക്കും ചിലപ്പോൾ മഴ ഉണ്ടാവില്ല. അത് മാത്രമേ തടസ്സമുള്ളൂ, ബാക്കിയെല്ലാം മഴ വിഷയമല്ല. വെടിക്കെട്ട് ഓക്കെ, മഴ മാറും. അപ്പോൾ ചേട്ടാ, ആ വീഡിയോയ്ക്ക് എല്ലാവരും ആശംസകളും ഗംഭീരമാവട്ടെ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. കൂടെ ഉണ്ട്. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്.